ലോകത്ത് പലതരത്തിലുള്ള വിസ്കികൾ ഉണ്ടെങ്കിലും സ്മൂത്തും ലൈറ്റും സ്പൈസിയുമായിട്ടുള്ള ഇന്ത്യക്കാർക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു വിസ്കിയാണ് കനേഡിയൻ വിസ്കി. അവിടെ ഇതിൻ്റെ ഡിമാൻഡ് കണ്ട് അമേരിക്കൻ മദ്യ വ്യവസായികളുടെ ഇടപെടലിലൂടെ പേരുവരെ മാറ്റേണ്ടി വന്ന ഒരു മദ്യം. വർഷങ്ങൾക്ക് മുൻപ് കനേഡിയൻ സമ്പന്നന്മാർ ഒത്തുകൂടിയ ക്ലബ്ബുകളിലെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിസ്കി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ക്ലബ്ബ് വിസ്കി എന്ന് അറിയപ്പെട്ട് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിലൂടെ കനേഡിയൻ ക്ലബ്ബ് എന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വിസ്കിയെക്കുറിച്ചാണ്. സുഹൃത്തുക്കളെ, വീട് സംബന്ധമായ കാര്യങ്ങളും മറ്റ് നാട്ടുകാര്യങ്ങളുമാണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ആദ്യമേ പറയട്ടെ, മദ്യപാനം കരൾ സംബന്ധമായ രോഗങ്ങൾക്കും നിങ്ങളുടെ കുടുംബ ബന്ധം താറുമാറാവാനും സാധ്യതയുണ്ട്. മദ്യപിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക, രാജ്യത്തെ നിയമവ്യവസ്ഥകൾ പാലിക്കുക എന്നിവ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്കോച്ച് വിസ്കി, ബർബൺ വിസ്കി, മാൾട്ട് വിസ്കി, ബ്ലെൻഡഡ് വിസ്കി, ടെന്നസി വിസ്കി എന്നിങ്ങനെ പല വിധത്തിലുള്ള വിസ്കികളെക്കുറിച്ചും നിങ്ങൾ കേട്ടിരിക്കും. അതുപോലെ തന്നെയോ അല്ലെങ്കിൽ അതിൽ അല്പം വ്യത്യാസമുള്ളതോ ആണ് കനേഡിയൻ വിസ്കി. വിസ്കി നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ധാന്യങ്ങൾ, ബാർലി, റേ എന്നിവ പുളിപ്പിച്ചാണ് നിർമ്മിക്കുന്നത്. ഇതുകൂടാതെ വ്യത്യസ്ത ടേസ്റ്റിനായി ഓരോ കമ്പനികളും അവരുടേതായ സ്പൈസസുകളും ചേർക്കുന്നുണ്ട്. ഓരോ വിസ്കികളിലും അതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസുകളുടെ അളവുകൾ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടു തന്നെയും കനേഡിയൻ വിസ്കിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് റേ, മാൾട്ടഡ് റേ എന്നിവയാണ്. ഇതുകൂടാതെ വാനില, മറ്റ് സ്പൈസസുകൾ എന്നിവ ഉപയോഗിക്കുന്നു. കളറിനായി കാരമലും ചേർക്കാറുണ്ട്. ഇനി നമുക്ക് അമേരിക്കൻ മദ്യ വ്യവസായികളെ ഞെട്ടിച്ച കനേഡിയൻ ക്ലബിനെ ഒന്ന് പരിചയപ്പെടാം. ഹിറാം ബക്കർ അമേരിക്കയിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് ഒരു പലചരക്ക് കടയിൽ കണക്കെഴുത്തുകാരനായി ജീവിതം ആരംഭിച്ച് പിന്നീട് അത് സ്വന്തമാക്കുകയും ഒപ്പം ധാന്യത്തിൻ്റെ ബിസിനസ്സുകളും നടത്തി. ഇതിനോടൊപ്പം മദ്യവ്യവസായത്തിൻ്റെ തുടക്കം എന്ന പോലെ വിനാഗിരി നിർമ്മിച്ച് വീടുകൾ തോറും വിൽപ്പന നടത്തി. ഈ ഒരു അവസരത്തിലാണ് മദ്യവ്യവസായത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഹിറാം ബക്കർ മനസ്സിലാക്കുന്നത്. എന്നാൽ അമേരിക്കയിലെ ജീവിത ചിലവും ടാക്സും ബിസിനസ്സിനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് കാനഡയെയാണ്. അങ്ങനെ ഹിറാം ബക്കർ ആൻഡ് സൺസ് എന്ന ഒരു ഡിസ്റ്റിലറി കാനഡയിലെ വിൻസറിൽ ആരംഭിക്കുന്നു. ഇത് കാനഡയിലെ ഏറ്റവും പഴക്കം ചെന്ന ഡിസ്റ്റിലറികളിൽ ഒന്നാണ്. 1854 വിസ്കി നിർമ്മിച്ചു തുടങ്ങുകയും അങ്ങനെ 1858 ക്ലബ്ബ് വിസ്കിയുടെ തുടക്കം. കാനഡയിലെ സമ്പന്നന്മാർ ഒത്തുകൂടിയിരുന്ന ക്ലബ്ബുകളിലെ ഏറ്റവും ഡിമാൻഡുള്ള മദ്യമായിരുന്നു കനേഡിയൻ ക്ലബ്ബ്. ഇതിൻ്റെ ഡിമാൻഡ് കാരണവും ക്ലബ്ബുകളിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നതുകൊണ്ടും ഇതിനെ ക്ലബ്ബ് വിസ്കി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1920
33 കാലഘട്ടത്തിൽ അമേരിക്കയിൽ മദ്യനിരോധനം വരികയും ഈ ഒരു അവസരത്തിൽ ഗുണ്ടകളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും പ്രധാന തൊഴിൽ കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് മദ്യം കടത്തുക എന്നുള്ളതായിരുന്നു. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ കടത്തിയിരുന്നത് ക്ലബ്ബ് വിസ്കിയായിരുന്നു. അങ്ങനെ അമേരിക്കയിലെ കുടിയന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മദ്യങ്ങളിൽ ഒന്നായി മാറാനും ക്ലബ്ബ് വിസ്കിക്ക് കഴിഞ്ഞു. മദ്യനിരോധനത്തിന് ശേഷവും ക്ലബ്ബ് വിസ്കിയുടെ ഡിമാൻഡ് അമേരിക്കയിൽ ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിച്ചു വരികയായിരുന്നു. ഇത് അവിടുത്തെ മദ്യവ്യവസായത്തെ ബാധിക്കുകയും പിന്നീട് മദ്യവ്യവസായികൾ ഗവൺമെൻറ്റിൽ പരാതിപ്പെടുന്നു. ഓരോ സ്ഥലത്ത് നിർമ്മിക്കുന്ന വിസ്കികൾക്കും വിസ്കി നിർമ്മിക്കുന്ന രാജ്യത്തിൻ്റെ പേര് ബോട്ടിലിന് മുകളിൽ രേഖപ്പെടുത്തണമെന്ന് വ്യവസായികൾ ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തുകയും ഇതിൻ്റെ ഭാഗമായി അത്തരത്തിൽ ഒരു നിയമം അമേരിക്കയിൽ നിലവിൽ വരുന്നു. അങ്ങനെ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ക്ലബ്ബ് വിസ്കി കനേഡിയൻ ക്ലബ്ബായി മാറുന്നു. ഇത് കമ്പനിയുടെ തലവര തന്നെ മാറ്റുന്ന ഒരു തീരുമാനമായിരുന്നു. കാനഡയിലും അമേരിക്കയിലും മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന കനേഡിയൻ ക്ലബ്ബ് പിന്നീട് ലോകം മുഴുവൻ വ്യാപിക്കുകയായിരുന്നു. ഇന്ന് അമേരിക്കയ്ക്ക് പുറമെ ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന മറ്റൊരു സ്ഥലമാണ് ആഫ്രിക്ക, ഏഷ്യൻ രാജ്യങ്ങൾ. കമ്പനി വളരുന്നതിനനുസരിച്ച് കാനഡയിലെ വിൻസറിൻ്റെയും മുഖം മാറുകയായിരുന്നു. തൊഴിലാളികൾക്കും ജനങ്ങൾക്കുമായി സ്കൂളുകൾ, ആശുപത്രികൾ, ആരാധനാലയങ്ങൾ എന്നിവ പണിത് വിൻസറിനെ ഒരു ചെറു പട്ടണമാക്കാൻ ഹിറാം ബക്കർ ആൻഡ് സൺസിന് കഴിഞ്ഞു. 1899 ജനുവരി 12 ഹിറാം ബക്കർ അന്തരിച്ചു. അതിനുശേഷം കുടുംബം കുറച്ചു കാലം കമ്പനി നടത്തിയെങ്കിലും പിന്നീട് പല കമ്പനികളിലൂടെയും കൈമാറി ഇന്ന് ജപ്പാനീസ് മദ്യ കമ്പനിയായ സൺടോറി ഗ്രൂപ്പിൻ്റെ ഭാഗമായ ബീം സൺടോറിയുടെ ഉടമസ്ഥതയിലാണ് പ്രവർത്തിക്കുന്നത്. 1858 മുതൽ ചരിത്രമുള്ള കനേഡിയൻ ക്ലബ്ബ് സ്മൂത്തും ലൈറ്റും സ്പൈസിയുമായിട്ടുള്ള ഒരു വിസ്കിയാണ്. ഇത് നിങ്ങൾക്ക് ബോട്ടിൽ പൊട്ടിച്ച് ഒന്ന് സ്മെൽ ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ്. എനിക്ക് ഇത് സ്മെൽ ചെയ്ത സമയത്ത് വാനിലയുടെയോ കറുവപ്പട്ടയുടെയോ സ്മെൽ ആണ് ആദ്യം അനുഭവപ്പെട്ടത്. തുളച്ചു കയറുന്ന രൂക്ഷഗന്ധമോ കുടിക്കാൻ ബുദ്ധിമുട്ടോ ഹാങ് ഓവറോ അല്പം പോലും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ധാന്യങ്ങൾ, ബാർലി, മാൾട്ടഡ് റേ എന്നിവ പൊളിപ്പിച്ചാണ് കനേഡിയൻ ക്ലബ് നിർമ്മിക്കുന്നത്. ഇതിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് റേ ആയതുകൊണ്ട് ഇത് നേർത്തതും മയപ്പെട്ടതുമാകുന്നു. കാലപ്പഴക്കത്തിനായി അമേരിക്കൻ ഓക്ക് ബാരലിലാണ് ഇത് സൂക്ഷിക്കുന്നത്. ഈ ഒരു സമയത്ത് ആവശ്യമായ സ്പൈസസുകളും വാനിലകളും ചേർത്താണ് കാലപ്പഴക്കത്തിനായി വെക്കുന്നത്. കനേഡിയൻ ക്ലബിൻ്റെ 6 വർഷം പഴക്കമുള്ള ക്ലാസിക്കാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. ഇതുകൂടാതെ 12 വർഷം, 20 വർഷം, 40 വർഷം എന്നിങ്ങനെ ഓക്ക് ബാരലിൽ സൂക്ഷിച്ച വില കൂടിയ മദ്യവും കനേഡിയൻ ക്ലബിൻ്റെതായി മാർക്കറ്റിലുണ്ട്. കനേഡിയൻ ക്ലബ്ബ് ഇന്ത്യയിൽ അത്ര സുലഭമായി ലഭിക്കില്ലെങ്കിലും പ്രധാനപ്പെട്ട സിറ്റികളിൽ എല്ലാം തന്നെ കനേഡിയൻ ക്ലബ്ബ് വിസ്കി ലഭിക്കുന്നതാണ്. അല്പം വില കൂടുതലാണ് എന്ന് മാത്രം. നിങ്ങൾ കനേഡിയൻ വിസ്കി കുടിച്ചിട്ടുണ്ടോ?
എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം. മദ്യപാനം ഒരു കാരണവശാലും ഈ ചാനൽ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. നന്ദി, നമസ്കാരം.